നമസ്തേ. കേരളം പുരോഗമനപരമെന്ന് അവകാശപ്പെടുമ്പോൾ മുന്നിലെത്തുന്ന വാർത്തകൾ അങ്ങനെയല്ലെന്ന് വിളിച്ചു പറയുകയാണ്. ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഓരോ ദിവസവും പ്രബുദ്ധ കേരളത്തിൽ നിന്നും പുറത്തു വരുന്നത്. കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിചിത്ര മുസ്ലിം സംഘടനയായ കുരുൽ തുരൂഖത്തിനെ കുറിച്ചുള്ള വാർത്ത അത്തരത്തിലൊന്നാണ്. താടി വയ്ക്കരുത്, സ്മാർട്ട് ഫോൺ ഉപയോഗിക്കരുത്, അന്യമതസ്ഥരുമായി ബന്ധം പാടില്ല, ഇങ്ങനെ നീളുന്ന വിചിത്ര വിശ്വാസങ്ങളാണ് സംഘടനയ്ക്കുള്ളത്. മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടും സംഘടന പ്രവർത്തനം തുടരുകയാണ്. താലിബാനിസത്തെ പോലെയുള്ള ഈ മതസംഘടനകൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് ആര്? എന്തുകൊണ്ട് ഇത്തരം സംഘടനകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല? ഈ വിഷയമാണ് സൺഡേ ഡിബേറ്റ് എന്ന് പരിശോധിക്കുന്നത്. BJP നേതാവ് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ശ്രീമതി നുസത് ജഹാൻ എന്നിവരാണ് അതിഥികളായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യം ശ്രീ സതീഷ് വസന്തിലേക്ക്. ഇവിടെ 21-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലാണ് നമ്മളിപ്പോഴും ജീവിക്കുന്നതെങ്കിലും അതല്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ചില സംഘടനകൾ, ചില കൾട്ട് ഗ്രൂപ്പുകൾ നമുക്ക് മുന്നിൽ ഇതാ ഇങ്ങനെ സ്വൈര്യവിഹാരം നടത്തുകയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ തഴച്ചു വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു? അത് കേരളത്തിൽ മാത്രമല്ല, ലോകത്തെ എമ്പാടുമുണ്ട്. നിങ്ങൾ നേരത്തെ ഒരു ന്യൂസ് കൊടുത്തിരുന്നല്ലോ, ഇതൊരു താലിബാൻ മോഡൽ ഒരു സംഘടനയാണെന്ന്. ഇതെന്ന് പറയുന്നത് ഒരു ചാരിറ്റബിൾ, എനിക്ക് തോന്നുന്ന ഒരു ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലാതെ ഒരു സംഘടനയല്ല. ഇപ്പോൾ നിങ്ങൾ വിട്ടിട്ടുള്ള വാർത്ത അനുസരിച്ച് ഈ സംഘടന രൂപീകരിച്ചിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല, ഇത് 10-29 വർഷം ആയി എന്നാണ് പറയുന്നത്. 10-29 വർഷമല്ല, ഇവർ പറയുന്നത് വെച്ചാൽ ഇത് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കാര്യം 2 തലമുറയ്ക്ക് മുമ്പേ ഈ സൊസൈറ്റി പേരിൽ നടക്കുന്നു എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പം നിങ്ങൾ പറയുന്ന ഈ എന്തോന്ന് പറയുന്നത് ഷാഹുൽ ഹമീദ്, ഈ ഷാഹുൽ ഹമീദിൻ്റെ അച്ഛനാണ് ഇത് നടത്തിക്കൊണ്ടുപോയെന്നും ഇനി ഷാഹുൽ ഹമീദാണെന്നും ഇനി അടുത്തത് ഷാഹുൽ ഹമീദ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചാവകാശം അദ്ദേഹത്തിൻ്റെ മകനായിരിക്കും. അങ്ങനെയാണല്ലോ പോണത്. ഇവിടെ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ട്. നമ്മുടെ കേരളത്തിലാണ്, പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്നു, എല്ലാ വിഷയത്തിലും പുരോഗമനം പ്രാപിച്ച ഒരു സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നത്. പക്ഷേ അവിടെയാണ് താലിബാനിസത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അല്ല, നോക്കൂ, ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത്. നോക്കാം, അത് മുസ്ലിം സംഘടന മാത്രമല്ല, നമ്മളെ ഹിന്ദു സംഘടനയിലുണ്ട്, നമ്മളെ ക്രിസ്ത്യൻ സംഘടനയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഈ സംഘടനയിലെതിരായിട്ട് എന്തെങ്കിലും നടപടിയിലായിട്ട് എടുക്കുമ്പോൾ പറയുന്നത് എന്താണ്? ആ മൊത്തം ഗ്രൂപ്പിനെ ഇവർ ആക്ഷേപിക്കും. അല്ലേ? നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഒരു മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറഞ്ഞത്? ഒരു ജില്ലയെ ആകെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്നല്ലേ പറഞ്ഞ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. നോക്കൂ, ഇതാണ് ഒരു കുഴപ്പം. കാര്യം നമ്മൾ പറയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ട് വേറൊരു രീതിയിലേക്കാണ് പോകുന്നത്. അതല്ല ഇവിടെ വരണത്, തിരഞ്ഞെടുപ്പിൻ്റെ മുന്നിലേക്കാണ് വരണത്. അവിടെ വോട്ട് ബാങ്കാണ് അവർ നോക്കുന്നത്. അപ്പം ഞാനിത് പറയുന്നത് നമ്മൾ വോട്ട് ബാങ്ക് അല്ല. അന്നും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആണെങ്കിലും ഇടതുപക്ഷ സംഘടനകളാണെങ്കിലും പറയുന്നു, ഇത് നമുക്ക് വോട്ട് ബാങ്കല്ല, ഇത് 21-ാം നൂറ്റാണ്ടാണ്. നമ്മൾ ഏത് മതത്തിൽ വിശ്വസിക്കണമെന്നും ഏത് ഡ്രസ്സ് ഇടണമെന്നും ഏത് ആഹാരം കഴിക്കണമെന്നും അതിനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള മുസ്ലിം സംഘടനകൾ ഇത്തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ അവിടെ ചോദ്യങ്ങളുമായി പോലീസ് സംവിധാനങ്ങൾ വരാത്തത്, നടപടികളുമായി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ വരാത്തത് എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രസക്തമാകുന്നത്. നമുക്ക് അതിലേക്ക് എത്താം. ശ്രീമതി നുസത് ജഹാൻ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് താലിബാൻ എന്നുള്ള ആ അഫ്ഗാനിസ്ഥാനിലെ അതിതീവ്ര സംഘടനകൾ, അവരുടെ ആ ഒരു ചട്ടവട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സംഘടന കടന്നു പോകുന്നതെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഊരുവിലക്ക് കൽപ്പിക്കുന്ന, ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു മതസംഘടന,
അന്യമതസ്ഥരുമായി ഇടപെടാൻ പോലും പാടില്ല. ഈ ഒരു ആധുനിക കാലത്ത് സ്മാർട്ട് ഫോൺ പോലുള്ള സംവിധാനങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന, എന്ന് നിഷ്കർഷിക്കുന്ന ഒരു സംഘടന. നമ്മൾ കേരളത്തിലാണോ, നമ്മുടെ കൊച്ചു കേരളത്തിലാണോ ഈ ഒരു സംഘടനയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് സംശയിക്കുന്ന തരത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്? ഞാൻ ഇതിന്റെ കഥ എനിക്ക് കുറെ അറിയാം. എനിക്ക് കുറച്ച് സമയം തരണം. തീർച്ചയായും. കാരണം എന്റെ മുത്തശ്ശി കഥകളിൽ ഒരു കഥയായിരുന്നു ഇത്. ഇത് തുടങ്ങിയിട്ട് ഒരു 160 കൊല്ലം മുമ്പ് ബാക്ക് തുടങ്ങിയ ഒരു സംഘടനയാണിത്, ഒരു ഇസ്ലാമാണിത്. കാരണം എന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ സ്റ്റോറീസിൽ വന്ന് എന്റെ ഗ്രാൻഡ് മദറും പറഞ്ഞു തരുന്ന കഥകൾ അവരെ വീടിന്റെ അടുത്തായിരുന്നു. ഈ പുത്തൻപുര എന്നാണ് ഇവരെ പറയാ. ആ കാലത്തൊക്കെ ഇപ്പൊ ഈ തരീക്കത്ത് പറയുമ്പോ പുത്തമ്പുരക്കാര് എന്നായിരുന്നു പറയുക അത്രേ. ആ പുത്തമ്പുരക്കാര് കാരണം കഥകൾ കേൾക്കാൻ ഇതുപോലത്തെ കേൾക്കാൻ ഭയങ്കര എന്നും കേട്ടിരിക്കും, അതല്ല ഓർമ്മയുണ്ടാവും. അപ്പൊ ഈ പുത്തൻപുരക്കലുള്ളതിൽ കൂടിക്കഴിഞ്ഞാല് ഇത് ഇപ്പൊ കേട്ട തരീക്കത്തെ ആയിരുന്നില്ല മുമ്പുണ്ടായിരുന്നെന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഇവര് ആക്ച്വലി ഒരു സൂഫിസത്തിന്റെ ലൈനിലൂടെ പോയിരുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നു. അവരാർക്കും സമൂഹത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല. അവരാൾക്കാർ അവരിൽ മാത്രം കല്യാണം കഴിക്കൂ. അവര് മറ്റ് മതക്കാരെന്നല്ല, ബാക്കി മുസ്ലിം സംഘടനകളായിട്ടോ മുസ്ലിങ്ങളായിട്ടോ ഒന്നും ഇവർക്ക് ബന്ധമില്ല. കാരണം നിസ്കരിക്കുകയാണെങ്കിലും അവരെ വാപ്പിച്ചിന്നായിരുന്നു ആ പ്രവാചകൻ ആ കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്. പുത്തൻ വീട്ടിലെ വാപ്പിച്ചിക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹ്ക്ക് വേണ്ടി കൈ കെട്ടുന്നു പറയുന്നതിന് പകരം വാപ്പിച്ചിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാ പറയാ. അതുപോലെ ഹജ്ജിന് അവർ പങ്കെടുക്കൂല, നോമ്പ് അവർക്കില്ല, ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെ പോണ ഒരു സൂഫിസത്തിന്റെ ഭാഗം പിടിച്ചിട്ട് പോണ ഒരു സംഘടനയായിരുന്നു. പിന്നെ പഠിത്തം ആ കാലത്ത് ഇവർ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഠിച്ചൊക്കെ കുട്ടികളെ എനിക്കറിയാം. കോഴിക്കോട് ഡോക്ടറായൊക്കെ ഒരു കുട്ടി ഈ സംഘടനയിലെ കാര്യമായ ഒരു മകന്റെ മകളോ അങ്ങോട്ട് ഞാൻ എൻ്റെ ഒരു നെയ്ബറായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പെൺകുട്ടികൾ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതിലേക്ക് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് കടന്നു കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതു അങ്ങനത്തെ ഒരു സ്റ്റൈലേക്ക് വളർത്താൻ ഇതിന്റെ പിന്നിൽ ആരോ കൂടി. അതുകൊണ്ടാണ് ഇത് ഇത്ര തീവ്രമായിട്ട് വന്നത്. ഇങ്ങനത്തെ ഒരു ഇടപാടുകളൊന്നും ഇവര് കാണിച്ചില്ല മുൻകാലങ്ങളിൽ. അപ്പൊ ഇത്രയും വർഷം മുമ്പ് ആ പ്രവാചകൻ വാപ്പിച്ചി എന്ന് പറഞ്ഞാൽ അയാൾക്ക് 2 പെൺമക്കളായിരുന്നു. ആ പെൺമക്കളിൽ പോന്ന തലമുറകളും പിന്നെ അവരെ വിശ്വസിച്ചിട്ട് നാനാഭാഗത്ത് കാസർഗോഡ് നിന്നൊക്കെ കുറെ ആൾക്കാരുണ്ട്, എൻ്റെ അറിവ് ശരിയാണ് എങ്കിൽ മലപ്പുറത്തു നിന്നുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാത്ത കാരണം ഇവരെ കൊണ്ട് നമുക്ക് ഇന്ന് വരെ ആരും ഒരു ശല്യമായിട്ട് പറയണതോ കൂട്ടിക്കേട്ടതോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇവരെ വീട്ടിൽ ചെല്ലുന്ന ആൾക്കാര് അന്നത്തെ തമാശ പറയണത്, ഇപ്പൊ സ്വർണ്ണിട്ട് ഒരു പെണ്ണ് വരാണ് അവര് പറയണ കഥകളില് ഒരാള് വന്നു കഴിഞ്ഞാല് അപ്പൊ ആ പെൺകുട്ടികൾക്ക് ആവശ്യമുണ്ട്, അവരെ കഴുത്തിലോ കാതിലോ കിടക്കണ കണ്ട ഇവര് കരുണ വാപ്പിച്ച് പറയുക ഊരി കൊടുത്തോ. അങ്ങനെ സ്വത്ത് അനധികൃതമായിട്ട് ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ കാലത്ത് പറയപ്പെടുന്നത്. പിന്നെ അതിൽ നല്ല ആൾക്കാര് മക്കളൊക്കെ വന്ന് കുറെ സാധനങ്ങളൊക്കെ വലിയ സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട്, പലതും പിടിച്ചടക്കി വെച്ച്. അപ്പൊ ഇതായിരുന്നു അവരൊരു പശ്ചാത്തലം ആ കാലഘട്ടത്തില് ഒരു 40 years മുമ്പ് കേട്ട കഥയാണ് കേട്ടോ അത്. അപ്പൊ ഒരു 35-40 ഉള്ളിൽ കേട്ട കഥയാണ്. ഇപ്പൊ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പലരെയും അറിയാം. പക്ഷെ അവരാർക്കും നമ്മൾ അതിനെ പറ്റി ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ ഇതിലേക്ക് ഈ ലിബറൽ സൈഡിൽ നിന്ന് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പോയി. 5000 ഒന്നുമല്ല, നിങ്ങളെ വാർത്തയിൽ കണ്ടു, 10,000 മെമ്പേഴ്സ് ഇതിലുണ്ട്. കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഉണ്ട്. അപ്പൊ ഇവരവിടെ വന്ന് താമസിക്കും, എല്ലാവരും പൈസ ഉള്ളവരും എല്ലാം കൊടുക്കുന്നവരും. പിന്നെ ഇവര് മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പള്ളിയിലാണ് ഇവരെ അടക്കം ചെയ്യുക, ഇവർക്കായിട്ട് പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇവരെ ആരോ ഒന്ന് ഹൈജാക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം കഥകളിൽ കേട്ട പോലെ. അപ്പോ ഇപ്പൊ അതിനെ പിടിക്കുമ്പോ ഒരു വോട്ട് ബാങ്ക് ആയി മാറി കേരളത്തില്. അപ്പൊ ഇന്നത്തെ നമ്പർ 1 കേരളത്തിന് പറ്റിയൊരു സാധനമാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വർഗീയത കൊണ്ടുവരുമ്പോ. ആ വർഗീയതയിലേക്ക് കാലം മാറി. കാരണം പണ്ടുണ്ടായിരുന്ന സുന്നികളാണ് ഇന്ന് വന്ന ജമാഅത്ത് ഇസ്ലാമി, വഹാബി, തബ്ലീഗ്, ഇങ്ങനെ അതൊന്നും നമ്മളാരും കുട്ടിക്കാലത്ത് കേട്ടില്ല. ഇവരൊക്കെ വന്ന സലാം പോലും ചെല്ലരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആൾക്കാരാ. ആ ഒരു മക്കയെന്ന് ഓടിപ്പോന്ന് ഇപ്പൊ ഇസ്ലാമിക രാജ്യം തന്നെ ഇതിന്ന് മാറി, വഹാബിസത്തിന്ന് മാറി സുന്നിയിലേക്ക് വരുന്നത് കൊണ്ടാണ് സൗദി അറേബ്യ വരെ മാറിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്നു, പഠിക്കാൻ പറ്റുന്നു, ജോലി കൊടുക്കുന്നു, സിനിമ കൊട്ട വന്നു. സിനിമ ഒന്നും പ്രവാചകന്റെ കാലത്ത് സിനിമ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് സിനിമ കാണാൻ പാടില്ല, അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞ് പുതിയത് ഉണ്ടാക്കുന്നത്. പക്ഷെ അവര് പറയുന്ന അന്ന് അതില്ലാത്തതുകൊണ്ട് അവിടെ അതിനൊരു നിയമങ്ങൾ ഉണ്ടായില്ല.
എല്ലാവർക്കും ഫ്രീഡം ഉണ്ടായിരുന്ന മതമായിരുന്നു എന്ന് സൂഫിസത്തിൽ പറയുന്നതാണ് ഇന്ന് അവര് തുടരുന്നത്. ഇതെല്ലാം പിടിച്ചടക്കിയ ഇന്ത്യ, ഭാരതത്തിൽ എന്താ സംഭവിച്ചത്? ഇവിടെ ഇന്നും ദർഗകളിൽ വളരെ മാന്യമായിട്ട് ജനങ്ങൾ, എല്ലാ ജാതി ജനങ്ങളും വരുന്നു. ഹിന്ദുയിസത്തിലെ ബസന്ത് ഉത്സവ് വരെ നടത്തുന്ന ഇവിടെ നിസാമുദ്ദീൻ ദർഗ, അവിടെയാണ് ഹിന്ദുക്കൾ പോണേ. അപ്പൊ ഇവിടെ ഒരു മതസൗഹാർദ്ദം, ഇവിടെയാണ് മതേതരമുള്ളത്. അല്ലാതെ നമ്മുടെ കേരളത്തിൽ എന്തോ മതേതരം, മുസ്ലിങ്ങളെ പറയുമ്പോൾ മതേതരം, ഹിന്ദുവിനെ പറയുമ്പോൾ അത് വർഗീയത, RSSന്റെ അജണ്ട. ഗണപതിയെ പറയുമ്പോൾ അതിന് പറയാൻ ആളുണ്ട്. വേറെ എന്തെങ്കിലും മുസ്ലിങ്ങളെ പറയുമ്പോൾ അപ്പത്തേക്ക് ഒരു എന്താണ് കൊലപാതകം ചെയ്തതാണെങ്കിലും കഞ്ചാവ് പിടിച്ചാണെങ്കിലും ഡ്രഗിന്റെ ആണെങ്കിലും മുസ്ലിം പറയുമ്പോൾ മതേതരത്തിന് വിള്ളലായി. ഇപ്പൊ കന്യാസ്ത്രീകളെ കാര്യത്തിൽ ഇറങ്ങുന്നത് സോഫിയ ആകിയ പള്ളി നമ്മുടെ വിജയാണെന്ന് ഇസ്ലാമിസ്റ്റ് തങ്ങന്മാര് വരെ പറഞ്ഞ് അവര് ഇന്നിപ്പോ ഇതാക്കുന്നത്. അതൊക്കെ എന്താ വെച്ചാല് ഇതൊക്കെ അതിന്റെ ചെറിയൊരു ഭാഗം, അതിന്റെ ഒരു വേരിലെ അത് നുള്ളിക്കളയണം. അതിങ്ങനെ വളർന്നു വരിക. ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പോലും അവര് കയ്യിലാക്കി. അപ്പൊ ഇത് നാളെ ഇവരുടെ ഭാഗമാവും, മുസ്ലിമാവും. ഇപ്പൊ എന്ത് പറഞ്ഞ, ഇപ്പൊ മോദി വന്നതിന് ശേഷം സലാം ചെല്ലാത്ത വഹാബി, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, സുന്നി എല്ലാം ഒന്നായിട്ട് അവര് ഒന്നിച്ച് മോദിക്കെതിരെ പ്രചരണം നടത്താൻ അവര് വരുന്നു. AP-നെ കണ്ടാ മിണ്ടാത്ത പാണക്കാട് തങ്ങന്മാര് പോരെ ഒന്നിച്ചാ ജീവിക്കുന്നത്. ഈ അവസ്ഥയിൽ പോണു. അപ്പൊ എല്ലാ ഗ്രൂപ്പിനെയും എല്ലാത്തിനെയും എടുത്ത് ഇങ്ങനെ തീവ്രമായ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെയേ അല്ല ഇസ്ലാം, അത് അറേബ്യയിൽ പോണു. ഇപ്പൊ ഇവര് ചോദിക്കും നമ്മളോട്, അറേബ്യയിൽ പോയിട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യില്ലേ? അവിടെ അങ്ങനെയല്ല. അറേബ്യയിൽ ഇവര് പറയണ പോലെ അല്ല അറേബ്യ. താഴെ കള്ളി ഷാപ്പുണ്ട്, മേലെ പള്ളിയുണ്ട്. ദുബായിലും സൗദി അറേബ്യയിലൊക്കെ അത് ഓരോ മനുഷ്യന്റെ ചിന്താഗതിക്ക് അനുസരിച്ച് അവരൊക്കെ ലോകം സനാതന ധർമ്മത്തിലേക്ക് തിരിച്ചു വരിക എന്ന് കാണണ്ടേ. ആ സമയമാണ് നമ്മൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്നത്. കേരളത്തില് പേടി, കേരളത്തിന് മാത്രം. നമ്മളൊക്കെ ജീവിക്കണ ഇവിടെയൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല. സത്യം പറയുകയാണെങ്കിൽ അവിടുന്ന് ക്യാമറ വെച്ചിട്ട് നോക്കി കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും കുറ്റങ്ങളാണ്. അപ്പൊ ഈ ലോകത്ത് നമ്മൾക്ക് ആവശ്യമുള്ളത് സൂഫിസത്തിൽ പോവുകയാണെങ്കിലും സനാതന ധർമ്മത്തിലും നമുക്കൊരു മതത്തിന്റെ ചട്ടക്കൂട്ട് പറയേണ്ട ആവശ്യമില്ല. ഹിന്ദുക്കൾ എന്ന് പറയുന്ന ഇവര് പറയുന്ന പോലെ ചട്ടക്കൂട്ടിൽ ഇരിക്കണവരെല്ലാന്ന് തീർത്ത് പറയും. കാരണം ഞാൻ അതിനെ പറ്റി പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയണത്. വെറുതെ ഇരുന്നിട്ട് ഞാൻ BJP എന്തെങ്കിലും തരുന്നു വിചാരിച്ച് പറയണല്ല. അത് വന്ന് പറയും ഇപ്പൊ ഇതിന്റെ അടിയിൽ. ഞാൻ ഈ ലോകത്ത് നമ്മൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കാന്നുള്ളത്, നമുക്ക് തരുന്ന ഈ യൂണിവേഴ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മതത്തിൽ വിശ്വസിക്കാതെ അതിന്റെ മുന്നോട്ട് പോയി ഇവര് തീവ്രത ഉണ്ടാക്കി ഒന്നില് വിശ്വസിക്കുക. അല്ലാത്തവര് മുഴുവനും കാഫർ, ഇവർക്ക് ഹൂർലീനെ കിട്ടില്ല. അപ്പൊ ഹൂർലിങ്ങളെ ഉണ്ടാക്കാനുള്ള സംഗതിയിൽ ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാർ പോലും നമുക്ക് ആ ഒരു വിഷയത്തിലേക്ക് തിരികെ BJP നേതാവ് ശ്രീ TP ജയചന്ദ്ര മാസ്റ്റർ നമ്മോടൊപ്പം ചെയ്യുകയാണ്. ശ്രീ ജയചന്ദ്ര മാസ്റ്റർ, ഇവിടെ രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളം പ്രബുദ്ധമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഏറെ പരിഷ്കരിച്ചു, പുരോഗതി പ്രാപിച്ചു എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ചില വാർത്തകൾ അത് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് താലിബാനിസത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ആ രീതിയിൽ തന്നെയാണ് ഇവരുടെ ഓരോ ചട്ടവട്ടങ്ങളും. അവിടെ നിന്നൊന്ന് പുറത്തു കടക്കാൻ പോലും അതിലെ അംഗങ്ങൾക്ക് സാധിക്കുന്നില്ല. വയനാട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അംഗത്തിന് ആത്മഹത്യാ ശ്രമം നടത്തേണ്ടി വരുന്നു. ഉമ്മയെപ്പോലും കാണാൻ അനുവദിക്കാത്ത തരത്തിലുള്ള, ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചിരിക്കാൻ പാടില്ല, പ്രണയം നിഷിദ്ധമാണ് എന്ന തരത്തിലുള്ള വിലക്കുകൾ. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? വളരെ ആശങ്കയോടെയും അത്യധികം ഭയപ്പാടോടെയുമാണ് ഞാൻ ജനം TV-യുടെ ഈ വാർത്ത ശ്രമിക്കുന്നത്. ഈ പുത്തം വീട്ടുകാർ എന്ന് പറയുന്ന സമൂഹം യഥാർത്ഥത്തിൽ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ട കിഴക്കോത്ത്, അതായത് എൻ്റെ തൊട്ടടുത്ത പഞ്ചായത്തിലാണ്. വളരെ ലിബറൽ ആയിരുന്ന ഒരു സമൂഹമാണ് ശ്രീമതി നുസ്രത്ത് ജഹാൻ പറഞ്ഞ മാതിരി വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും ആധുനിക വിദ്യാഭ്യാസം നൽകുകയും പരിഷ്കാരങ്ങളെ രണ്ട് കൈയോടെയും സ്വീകരിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പുത്തൻ വീട്ടുകാർ. അവർ വർഷാവർഷങ്ങളിൽ വലിയ ആഹ്ലാദപൂർവ്വം എല്ലാ ആളുകളെയും, കോഴിക്കോടിന്റെയും കേരള സംസ്ഥാനത്തിലെയും സിനിമാ രംഗത്തുള്ളവർ, സാഹിത്യ നായകന്മാർ, രാഷ്ട്രീയ പൊതുരംഗത്തുള്ളവർ, ഇവരെ എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചു ചേർത്തിയിട്ട് അവരുടെ സ്വന്തം ചെലവിൽ ഒരു വലിയ സമൂഹ വിവാഹം വാർഷികമായിട്ട് ആഘോഷിക്കുകയും സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന
ആ തരത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് കഴിയാൻ പ്രയാസമുള്ള ആളുകളെയൊക്കെ കൈപിടിച്ചുയർത്തുകയും ചെയ്ത വളരെ ലിബറൽ ആയിരുന്ന ഒരു സമൂഹമായിരുന്നു. രാഷ്ട്രീയമായിട്ടും അവര് ഏതാണ്ട് എനിക്ക് തോന്നുന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ഗവൺമെന്റിന്റെ പുരോഗമനാത്മക പ്രവർത്തനങ്ങളെ സ്വീകരിക്കുവാനും അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഒന്നും മടിക്കാത്തൊരു സമൂഹമായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനകത്തേക്ക് ചില നിഗൂഢതകൾ നുസ്രത്ത് ജഹാൻ സൂചിപ്പിച്ച മാതിരിയിൽ അത് വല്ലാതെ റാഡിക്കലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഇന്ന് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. ഈ വാർത്ത കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിലുള്ള എൻ്റെ ചില ആളുകൾ, ഈ പരിസര പ്രദേശത്തുള്ള ആളുകൾ, അവർ പണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കിഴക്കോത്താണെങ്കിലും വയനാട്ടിലും മോശമല്ലാത്ത ഒരു സംഖ്യ അവർക്കുണ്ടായിരുന്നു. മലപ്പുറത്തിന്റെ ചില മേഖലകളിൽ ഇസ്ലാമിക വിശ്വാസത്തിൽപ്പെട്ട അവരുമായി ബന്ധമില്ലാത്ത സുന്നിയും മുജാഹിദും ഒക്കെയായ ആളുകൾ, അഭ്യസ്തവിദ്യരായ പലരും അതിനോട് വിട പറഞ്ഞുകൊണ്ട് ഇവരെ പുൽകിയിരുന്നു. പക്ഷേ ഏതാണ്ട് എൻ്റെ ഓർമ്മയിൽ ഒരു 10-12 വർഷം ആയിട്ട് കാണുന്നത് ഒരുതരം നിഗൂഢത നുസ്രത്ത് ജഹാൻ ചൂണ്ടിക്കാണിച്ച മാതിരി അതിലാരോ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ. അവർ കിഴക്കോത്ത് ഞാൻ പറഞ്ഞു വളരെ ചെങ്കല്ല് കൊണ്ടൊക്കെ പടവ് ചെയ്ത് വളരെ വൃത്തിയും മനോഹരമായ ഒരു പള്ളിയും അതിന് ഇടതുവശത്തുകൂടെ ചെന്ന് കഴിഞ്ഞാൽ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച അവരുടെ ഈ പറയുന്ന ആള് താമസിക്കുന്ന വലിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി വിശാലമായ മുറ്റം, അതിഥികളെ സ്വീകരിച്ച് വീട്ടിനകത്ത് വരെ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിക്കുകയും ആതിഥേയ മര്യാദയിലൊക്കെ വളരെ നല്ലൊരു സമൂഹമായിരുന്നു. പക്ഷെ ഈ അടുത്ത കാലഘട്ടത്തിൽ അതിനൊക്കെ ചില ഭംഗം നേരിട്ടതായിട്ട് ബോധ്യപ്പെടുന്നു. കിഴക്കോത്ത് അതിന് തൊട്ടടുത്ത് ഈ പറയുന്ന ഒരു നിഗൂഢമായ ത്വരീക്കത്ത് കെട്ടിടം സ്ഥാപിക്കുകയും അതിനകത്തു നിന്നും നടക്കുന്ന പ്രവർത്തനങ്ങൾ പുറംലോകവുമായിട്ട് പങ്കുവെക്കാൻ കഴിയാത്തതാണ് എന്ന് ഇപ്പോഴത്തെ വാർത്ത നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വിളിച്ചപ്പോൾ ഇത്തരം ജന്മഭൂമി നമ്മുടെ ജനം പുറത്തുവിട്ട വാർത്തകളൊക്കെ ശരിയാണ് സുരേഷേ. അവർ വളരെ നിഗൂഢമാണ്. മാത്രമല്ല അവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്ത ആളുകളെ അവർ പിന്നീട് അതിന് അനുവദിക്കില്ല. അവർ പുറത്താക്കാനുള്ള ബന്ധങ്ങളുണ്ട്. പിന്നീട് അവർ ഒറ്റപ്പെടുത്താൻ ശ്രമങ്ങളുണ്ട്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവർ അനുവദിക്കുന്നില്ല. അവർ താടി വളർത്താൻ അവർ അനുവദിക്കുന്നില്ല. അത്തരത്തിൽ വളരെ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ ആധുനികമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇപ്പോൾ ആരൊക്കെയോ അതിൽ നുഴഞ്ഞു കയറുകയും അവരെ നുസ്രത്ത് പറഞ്ഞ മാതിരി റാഡിക്കലൈസ് ചെയ്യുകയും രാജ്യവിരുദ്ധരാക്കുകയും കൂടുതൽ മതാന്തരാക്കുകയും ചെയ്തതിന്റെ ഒരു സാക്ഷ്യപ്പെടുത്തലാണ് ഈ വാർത്ത ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ ടി പി ജയചന്ദ്ര മാസ്റ്റർ, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ കാലാകാലങ്ങളായി അങ്ങനെയുള്ള വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്നില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതിരുന്ന ഒരു വിഭാഗം, ഒരു സമൂഹം എവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു താലിബാനിസത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതചര്യയിലേക്ക് വന്നത്? ഷാഹുൽ ഹമീദിൻ്റെ ധാർഷ്ട്യം, ഷാഹുൽ ഹമീദിൻ്റെ കാർക്കശ്യം, അതിന് വഴങ്ങാത്തവരെ ഊരുവിലക്കുന്ന ഒരു വിഭാഗമായി മാറിക്കഴിഞ്ഞു. ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കിൾ ചെയ്ത് ഇരിക്കാതെ അങ്ങനെയുള്ള ഒരു തടസ്സം നിൽക്കുന്ന, ഒരു അതിർവരമ്പുകൾ നിൽക്കുന്ന താലിബാനെ പോലുള്ള സംഘടനയുടെ അതേ ചുറ്റുവട്ടങ്ങളിലേക്ക് എവിടെയാണ് ഈ സംഘടനയും കടന്നു വന്നത്? എത്രത്തോളം നിഗൂഢത, ഈ നിഗൂഢതയിലേക്ക് എന്തൊക്കെയാണ് ആ ഒരു നാട്ടുകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു അയൽനാട്ടുകാരൻ എന്ന രീതിയിൽ താങ്കളുടെ സംശയം? അല്ല, ഞാനിപ്പോൾ അവരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ വാർത്തകൾ എന്നെ ഞെട്ടിപ്പിക്കുന്നത്. സത്യത്തില് കുറച്ചു കാലമായിട്ട് അവർ പൊതുസമൂഹത്തിൽ നിന്ന് അകലുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇത്തരം പരിപാടികളുമൊക്കെ അവരല്പം സമൂഹത്തിൽ നിന്നും വ്യതിരിക്തമായിട്ട് മറിച്ചു വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന സംശയം ഉണ്ടായിരുന്നു. അവിടെ കെട്ടിപ്പൊക്കിയിരിക്കുന്ന കെട്ടിടത്തിനകത്ത് നടക്കുന്ന ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള പരിശീലനങ്ങളാണെന്ന് സംശയിക്കാൻ ഇട നൽകിയിരുന്നു. നേരത്തെ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്ന ഒരു സമൂഹം പിന്നീട് അടുത്ത കാലഘട്ടത്തിൽ അവർ കുറച്ച് നിഗൂഢതയും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട തരത്തിലേക്ക് ചില പ്രത്യേക തരത്തിൽ പുതുതലമുറയെ വളർത്തിയെടുക്കുക എന്ന തരത്തിലേക്ക് ചില പരിശീലനങ്ങൾ താലിബാന്റെ ഭാഷയിൽ അല്ലെങ്കിൽ ആ ഒരു തലങ്ങളിലേക്കാണ് എന്ന് സംശയിക്കുന്നത് ഇപ്പോൾ ശരിയാണ് എന്ന് ബോധ്യപ്പെടുകയാണ്. അവർ തുറന്ന് സമ്മതിച്ചു, ഞങ്ങൾ താടി വയ്ക്കാൻ അനുവദിക്കില്ല, ഞങ്ങൾ 18 വയസ്സുവരെ ആളുകളോട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, വിജ്ഞാനത്തിന്റെ പുതിയ വാതായനങ്ങൾ അവർക്ക് ഞങ്ങൾ അനുവദിക്കില്ല. കൂടുതൽ റാഡിക്കലൈസ് ചെയ്യുകയും കൂടുതൽ പൊതുസമൂഹത്തിൽ നിന്നും ഗോപ്യമായ നിഗൂഢമായ രീതിയിലേക്ക് അത് മാറുകയും ചെയ്തു എന്നുള്ളത് സ്ഥിരപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളും വാർത്തകളുമാണ് നമ്മൾ കൈവന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത്ര ഓപ്പൺ ആയിരുന്ന ഒരു സമൂഹത്തിനടുത്ത് പോലും നുഴഞ്ഞു കയറി താലിബാനിസവും രാജ്യവിരുദ്ധതയും നിഗൂഢതയും ആധുനിക ശാസ്ത്രത്തെയും ആധുനിക പുരോഗതിയെയും പോലും തടഞ്ഞു നിർത്തുന്ന തരത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഇവർക്ക് എന്ത് പ്രചോദനമാണ് ലഭിച്ചത്? അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവരെ ആ തരത്തിൽ വളർത്തിവിട്ടത്? സർക്കാരും ഭരണകൂടവും സ്പെഷ്യൽ ബ്രാഞ്ച് പോലുള്ള സംവിധാനങ്ങളും ഉറങ്ങുകയായിരുന്നു എന്നതും കോടതിയുടെയും പോലീസിന്റെയും പോലും വാദഗതികളെ അവർ സ്വീകരിക്കാനോ ചെവിക്കൊള്ളാനോ തയ്യാറാകുന്നില്ല എന്നുള്ളതും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്ര സമർത്ഥമായിട്ടാണ് കേരളത്തിലെ ഈ ചില സമൂഹങ്ങൾ ഇത്തരത്തിൽ വർഗീയവൽക്കരിക്കുന്നത്
തിരികെ ചർച്ചയിലേക്ക്. കുരുവിൽ തുരീഖത്ത് എന്നുള്ള കോഴിക്കോട്ടെ ആ ഒരു മതസംഘടനയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മതസംഘടന എന്ന് പറയാൻ കഴിയില്ല, അതിതീവ്രമായ ഒരു മതസംഘടന, അവരുടെ ചട്ടക്കൂടിൽ നിൽക്കാത്തവരെ അവർ ഏത് വിധേനയും ദ്രോഹിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് മുന്നിലേക്ക് എത്തുന്ന ശബ്ദശകലങ്ങൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. അങ്ങനെ ഒരു വിലക്ക് കൽപ്പിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിലെ അത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്ക് ആ നേതൃത്വം മാറും. സ്വയം പ്രവാചകനായി അവരോധിക്കപ്പെടുന്ന ഒരു മത നേതാവ് ഷാഹുൽ ഹമീദ് എന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം എന്താണോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാർ അത് അനുസരിപ്പിക്കും. അത്തരത്തിലുള്ള ഒരു മതത്തിൻ്റെ പേരിൽ ദ്രോഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംഘടന മാറുമ്പോൾ അവിടെ പ്രസക്തമാകുന്ന ഒരു ചോദ്യം ഇതാണ്: നമ്മുടെ പോലീസ് സംവിധാനങ്ങൾക്ക്, നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ല എന്ന്? നോക്കൂ KP, ഇപ്പോൾ റിപ്പബ്ലിക് പാർട്ടിയുടെ വക്താവും ബഹുമാനപ്പെട്ട നമ്മളെ ജയചന്ദ്രൻ മാസ്റ്ററും ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയാലോ, ഇതൊരു കുടുംബപരമായിട്ടുള്ള അവരൊരു സംഘടന രൂപീകരിച്ചിട്ടുള്ളതാണ്. ആ സംഘടന രൂപീകരിച്ചിട്ട് അത് ഒരു വിപുലീകരിച്ച് നമ്മൾ റിപ്പബ്ലിക് പാർട്ടിയുടെ നസ്രത്ത് പറഞ്ഞ പോലെ ഇത് 129 വർഷത്തിന് മുമ്പേ ഉള്ള ഒരു കുടുംബമാണ് പുത്തൻപുരയ്ക്കൽ. ആ പുത്തൻപുരയ്ക്കലിലെ കുടുംബങ്ങളിൽ മക്കളായി അത് ഡിവൈഡ് ചെയ്ത് പോയി. അത് അവർ വരും പോവുമല്ലോ. ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞ എന്താണ്, തൊട്ടടുത്തുള്ള കൊടുവള്ളി, അവിടെ ഞാൻ നല്ലൊരു കുടുംബമാണ്. ഈ തൊട്ടടുത്ത കാലം വരെ അവർ എല്ലാവരെയും വിളിച്ചത് എല്ലാ മത ആൾക്കാരെയും വിളിച്ച് നല്ലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. അങ്ങനെ ഒരു ആൾക്കാരെ ആരാണ് അവിശ്വസിക്കുന്നത്? അല്ല, അങ്ങനെ ആയിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നിന്ന് അവർ ഒരുപാട് മാറിക്കഴിഞ്ഞു. അവിടെയാണ് ചില ചോദ്യങ്ങൾ വരുന്നത്, ചില നിഗൂഢതകൾ വരികയാണ്. അല്ല, മാസ്റ്റർ പറഞ്ഞ പോലെ അത് നമുക്ക് ചിന്തിപ്പിക്കേണ്ടതാണ്. അത് ഏത് മതത്തിൽ, ഞാനാണ് പറയുന്നത്, അത് ഹിന്ദു മതമായിരുന്നാലും ക്രിസ്ത്യൻ മതമായിരുന്നാലും അതുപോലെ തന്നെ നമ്മളെ മുസ്ലിം മതമായിരുന്നാലും. അല്ല, അവിടെ ഹിന്ദു മതമായി കഴിഞ്ഞാലും ക്രൈസ്തവ മതമായി കഴിഞ്ഞാലും എത്ര പെട്ടെന്നാണ് നമ്മുടെ സംഘടനകൾ, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ പോലീസൊക്കെയും ഇടപെടുന്നത്. കാരണം നന്മകൾ ചെയ്യുമ്പോൾ, സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പോലും അതിന് വികാരം നിൽക്കുന്ന പോലീസ് സംവിധാനങ്ങളും ഭരണകൂട സംവിധാനമാണ്. അവിടെയാണ് ഈ ഒരു ഇരട്ടത്താപ്പ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇരട്ടത്താപ്പ് എവിടെയാണ് പറയൂ. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്, അതിൻ്റെ കേസ് നടക്കുന്നതായിരിക്കും. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്ത ഉടനെ അതിൻ്റെ കേസ് ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു, ആ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എവിഡൻസ് കൊടുക്കണ്ടേ? അതിൻ്റെ എന്നാലേ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇത് വരുന്നത്. ഇപ്പം ഇപ്പം 2 പേര് വന്ന് പറയാണ്, ഇന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്, പറയൂ, നമ്മൾ എടുക്കാം. എത്രയെത്ര അനുഭവങ്ങളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയാണ് ആൾക്കാർ. അത് നോക്കൂ, ഞാൻ KPയിലെ പറയുന്നത്, ഇപ്പോഴല്ലേ നിങ്ങൾ ഈ വാർത്തയെല്ലാം വന്നത്, വേറെ ഏത് ചാനലിൽ വാർത്ത വന്നിട്ടുണ്ട് നമുക്കറിഞ്ഞൂലല്ലോ. ഇപ്പോൾ ജയചന്ദ്ര മാസ്റ്റർ പറഞ്ഞാൽ ഞാൻ നെട്ടിയിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെച്ചാൽ ആ കുടുംബത്തെ നമ്മൾ അങ്ങനെയല്ല കണ്ടിട്ടുള്ളത്. ഇത് സ്വാഭാവികമല്ലേ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആ സംഭവത്തിൽ എന്താണെന്ന് നമുക്കൊരു അന്വേഷണം നടത്തണം. ഒരു സംശയമില്ല, ഈ സർക്കാരിനെ സംബന്ധിച്ച്, ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പുകളെയും പ്രൊവൈഡ് ചെയ്യില്ല. അതാണ് പറഞ്ഞത്, നമുക്ക് വോട്ട് ബാങ്കൊന്നും വേണ്ട, നിങ്ങൾ നമ്മളെ ഇടതുപക്ഷത്തിന് മാറ്റില്ല. പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് പക്ഷത്തു നിന്നായിരുന്നാലും നമ്മൾ അതിൻ്റേതായ തീരുമാനങ്ങളായിട്ടാണ് പോണത്, ഒരു സംശയവും. താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു, ഒരു കൂട്ടരായിരുന്നു. പക്ഷേ അവിടേക്കാണ് ഇത്തരത്തിലുള്ള ക്രൂരത, ഷാഹുൽ ഹമീദ് എന്നുള്ള സ്വയം പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അനുചാരകർ നടത്തുന്ന ഈ ക്രൂരത ഓരോ ആൾക്കാരും ഇങ്ങനെ തുറന്നു പറയുകയാണ്. ഈ സംഘടനയിൽ നിന്നും പുറത്തു പോയവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അത്രത്തോളം ക്രൂരതയാണ്. എവിടെയാണ് ചില ആൾക്കാർ നുഴഞ്ഞു കയറിയത്? ആ വിശ്വാസം അത്രത്തോളം ഭയാനകമല്ലാത്ത, അത്രത്തോളം പോറലേൽപ്പിക്കാത്ത അവരുടേതായ വിശ്വാസങ്ങളുടെ മേൽ ആരാണ് കടന്നു കയറിയത്? എവിടെയാണ് ഈ നിഗൂഢത ഉടലെടുത്തത്?
അതെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഷാഹുൽ ഹമീദ് ഇപ്പൊ ഈ പുതിയതായിട്ടുള്ള ഈ പിന്നെ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പോലുള്ള സംഘടനകളുടെ ഒരു വക്താവാണോ? അവരിൽ ആരെങ്കിലും ഇപ്പൊ ഈ മതം സ്വീകരിച്ചു വരുന്നവരാണല്ലോ പുറത്തുനിന്ന്. ഇപ്പൊ അത് ജമാഅത്തുനിന്ന് വരാം, മുജാഹിദിന്ന് വരാം, ഏതെന്ന് വേണമെങ്കിലും വരാം അങ്ങോട്ടേക്ക്, സുന്നി. അപ്പൊ ഇവരെ സ്വീകരിക്കുന്ന ആൾക്ക് ഇവരാണ് പ്രവാചകനാണ് എല്ലാം. ദൈവം എന്ന് പറയുന്നത് പോലും ആ പ്രവാചകനിലൂടെയാണ് ബാക്കിയെല്ലാം. കാരണം അതുകൊണ്ടാണല്ലോ അവര് ഹജ്ജിന് പോവാത്തത്. അപ്പൊ ഹജ്ജിന് പോവില്ല, നിസ്കരിക്കൂല ഒക്കെ ചെയ്യണ ഒരു മതത്തിന്റെ മേലെ ചട്ടക്കൂട് ഉണ്ടാക്കുക പറയുമ്പോ അത് തീർച്ചയായിട്ടും ഒരു താലിബാനിസം. അപ്പൊ ആ താലിബാനിസത്തിന്റെ സ്റ്റൈലുള്ള ഇപ്പൊ നമ്മൾ കാണുന്നു, നമ്മൾ ഈ ഭാരതത്തിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളില് ബംഗ്ലാദേശ്, അഫ്ഗാനിലൊക്കെ പെൺകുട്ടികളെ ഇവിടെ കാണണ്ടേ നിങ്ങള്? അവിടുന്ന് റെഫ്യൂജി ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന പെൺകുട്ടികളുണ്ട്. എത്ര ലിബറൽ ആയിട്ടുള്ള ജീവിച്ച മുസ്ലിങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കാണുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെയായിരുന്നു. അവിടെയൊക്കെ ഇവര് വന്നുകൂടിയാണ് ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വന്നുകൂടിയാണ് ഇതിനൊക്കെ വന്നത്. അതിങ്ങനെ ചെറുതായിട്ട് തിളർത്ത് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഇവരെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഒരു കാര്യം കൂടി അറിയാം എനിക്ക് ഇവരെ. കാരണം പലർക്കും അല്ല, ആർക്കും ഇവരെ പറ്റി കൂടുതൽ അറിയില്ല. ഇവര് സംസാരിക്കുന്നത് പോലും ചെവിയിലിരുന്നു സംസാരിക്കുക. നമ്മളെ പോലെ ഇങ്ങനെ ഉറക്കെ സംസാരിച്ച ഇവരെ മതത്തിന് എതിരാണ്. കാരണം പ്രപഞ്ചത്തിനെ നോവിക്കരുത് ശബ്ദത്തിൽ കൂടി എന്ന് പറഞ്ഞു ഒരു കൂട്ടരെ ഇടയില് അവര് പഠിക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരു പ്രശ്നമില്ല, ഒരു പാർട്ടിയൊക്കെ ചെയ്യണ അടിപൊളിയായിട്ട് വൈബിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. അതുകൊണ്ടായിരുന്നു പലരും അതിലേക്ക് ആകർഷിച്ചിട്ട് മതത്തിന് ബുദ്ധിമുട്ടിയവരായിരുന്നു അതിലേക്ക് ചേർന്നത്, കുടുംബമല്ലാത്ത. ആ കുടുംബത്തിലല്ലാത്ത ഒരു കുടുംബം ഒന്നായിട്ടാ ചേരുന്നത്. അതുകൊണ്ട് അതിൽ കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു സംഗതിയിൽ വന്നു കൂടുമ്പോ നാളെ ഇത് മറ്റൊരു ഉപയോഗപ്പെടുത്തൂ. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇസ്ലാമികമായിട്ട്. കാരണം കശ്മീരിന്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കശ്മീരിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ കേരളത്തിന്റെ തീരത്തിലേക്കാണ് നമുക്ക് ഇത് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അറേബ്യൻ പണങ്ങൾ ഒഴുകിയിരിക്കുന്ന ഇവർക്കൊക്കെ നല്ല ഫണ്ട് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ എല്ലാം പിന്നില്. അതാണ് കേന്ദ്രവും കേരളവും. ഇപ്പൊ അതിന് തെറ്റായിട്ടുള്ള ഒരു സംഘടന മാത്രമാണ് രജിസ്റ്റേർഡ് ഒരു ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനക്ക് ഇത്രയധികം ഫണ്ടുകളും കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഇവരുടെ പണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവരൊന്ന് ജോലി ചെയ്തു ഒക്കെ കിട്ടിയ ഫണ്ടുകളാണ് അവർക്ക് കിട്ടിയ. ഇപ്പൊ ഈ വരുന്നതിന്റെ കാര്യം കൊണ്ടാവും ഇവർ ഇത്രയും ധാർഷ്ട്യം കാണിച്ച് അവരെ അടിച്ചമർത്തുന്നത്. അപ്പൊ ഈ അടിച്ചമർത്തലും ഇതും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടര് ഇപ്പൊ 40% ഈ കേരളത്തിലെ ഇസ്ലാമിനെ എടുത്താൽ 40% താലിബാനിസം ഇഷ്ടപ്പെടുന്നതാണ്. അവര് തലയിൽ ഒന്നും ഇടലുണ്ടായിരുന്നില്ല, തട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഈ തരീക്കത്തുകാർക്ക്. ഇന്നിപ്പോ അവരെ മൂടി വെച്ചാണ് അവര് ഇറങ്ങുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര അതിശയം തോന്നുകയാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത്രയും ലിബറലായ ഒരു സംഗതിനെയും കൂടെ ഇവരെ ഈ 40% റാഡിക്കലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് പിന്നിൽ എന്ന് ശരിക്കും ഇത് പോലീസ് തന്നെ അന്വേഷിക്കണം. കാരണം നമ്മളൊരു ചെറിയ ഇതിലിപ്പോ ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ച പോലെ ബംഗാളിൽ ഇപ്പൊ എന്താ സംഭവിക്കണേ? അവിടുന്ന് വന്ന കുറച്ച് ആൾക്കാര് ഇപ്പൊ ഇതേപോലെ പറയണ. ഇപ്പൊ ഇന്നലെ ഒരു ഇതിൽ ഒരു ഇംഗ്ലീഷ് ന്യൂസിൽ വായിച്ചു, കേരളത്തിൽ എത്രയോ പേര് ബംഗ്ലാദേശികൾ വന്ന് ബംഗാളികളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ പലരുടെ ഒക്കെ മുസ്ലിംസ്. അതിൽ നിങ്ങൾക്കൊരു ഹിന്ദുവിനെ കാണാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് സുഖമാണെന്ന് വിശ്വസിച്ച് അത് മിനിറ്റിന് ഇവര് പറയും ഇത് സംഘികളെ നാടാണ്, ഇവിടെ അതില്ല ഇതില്ല. എന്തുകൊണ്ട് ഇവർ ആ നാടിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന, വേലി കടന്ന് ഇവിടുത്തെ ആധാർ കാർഡ് ഉണ്ടാക്കുന്നത്? അപ്പൊ അവർക്ക് അവിടെ സുഖമില്ലാണ്ടല്ലേ? അപ്പൊ അതുമല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ഭയങ്കര സാഡിസാണ് വർക്ക് ചെയ്യണത്. ഇവർക്ക് ആർക്കും ഈ ലോകത്ത് സുഖമായി ജീവിക്കാൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ഇവരാരും ഇപ്പൊ ഈ ലോകത്ത് സുഖമായി ജീവിച്ചിട്ട് മരിക്കാനല്ല വിചാരിക്കണേ. ഈ ലോകം വൃത്തികേടാക്കിയിട്ട് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഹൂർലിങ്ങളെയും ആ സ്വർഗത്തിനെ ആലോചിച്ച് മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരാ. ആ കൂട്ടത്തിൽ പുത്തൻ വീട്ടുകാരും പെട്ടെന്ന് നമ്മള് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസുകൾ 2 ദിവസമായിട്ട് പലതിലും വന്നു. പക്ഷെ ആരും ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. കാരണം ചർച്ച നടത്താൻ മുസ്ലിങ്ങൾ അപ്പൊ അത് മതേതരാണ് അവിടെ. ഇതിപ്പോ ഒരു ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിന്റെയോ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചർച്ച എടുത്തു. അപ്പൊ ഇതിപ്പോ ഇതായിട്ട് നമ്മളെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കേണ്ട, അത് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. സാധാരണ മുസ്ലിങ്ങൾ എത്രയോ ഉണ്ട് കേരളത്തില്, മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്. അവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനൊന്നും പറ്റിയിട്ട്
മതേതരം പറഞ്ഞ് മാറിയിരിക്കും. ഇപ്പൊ നോക്കിക്ക് എല്ലാരും ഒന്നാവും. നാളെ ജനൻ ടിവിന്റെ എതിരെ വാർത്ത വരും ഇത് ചെയ്തതിന്. നമുക്കൊക്കെ അതിനാണ് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഇസ്ലാം ആ. സംഘടനകൾ, ഇത്തരത്തിലുള്ള മത തീവ്രവാദ സംഘടനകളെ പോലും ആ ഒരു വാർത്ത ചെയ്യാൻ പോലും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിക്കുകയാണ്. കാരണം അത് മതേതരത്വത്തിന് ഒരിക്കലുമില്ല. എതിരാകും എന്നുള്ള ഒരു ചിന്താധാര, അതിന് പിന്തുണ നൽകുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ. ശ്രീ ജയചന്ദ്ര മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ താങ്കൾക്ക് അടുത്തറിയുന്ന ആൾക്കാരാണ്. അതിൻ്റെ ആ ഒരു വിശ്വാസ പ്രമാണങ്ങൾ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടതിൻ്റെ പേരിൽ ഈ കുരുൾ തുരുക്കത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു യുവതിയുടെ വേദനയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയാണ് തങ്ങളെ എന്നാണ്. പ്രവാചകൻ ഷാഹുൽ ഹമീദ് ഒരു യുവാവിനെതിരെ വ്യാജ പോക്സോ കേസടക്കം കൊടുപ്പിച്ചു എന്നും യുവതി പറയുന്നുണ്ട്. ഇത്തരത്തിൽ തങ്ങൾക്ക് ഹിതമല്ലാത്ത ആൾക്കാരെ ഒഴിവാക്കുന്നു, ഒഴിവാക്കിയവരെ നിഷ്ഠൂരം പിന്തുടർന്നുകൊണ്ട് ദ്രോഹിക്കുന്നു. സ്വാഭാവികമായും എന്ത് ഇടപെടലാണ്, നടപടികളാണ് ഒരു വിഷയത്തിൽ അനിവാര്യമായിട്ടുള്ളത്? സുരേഷേ, അന്വേഷിച്ചപ്പോൾ ജനം ടി വി പുറത്തു വന്നിരിക്കുന്ന എല്ലാ വാർത്തകളും അതിന്റെ ഇപ്പോഴത്തെ വാർത്താക്കൾ ശരിവെക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഭയപ്പെടേണ്ടത്, എത്ര പെട്ടെന്നാണ് ഈ സമൂഹം റാഡിക്കലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഭരണകൂടത്തിന് ഞാൻ ശ്രീ സതീഷ് വസന്തനോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവനും ഇനി നിങ്ങൾ പറയുന്ന EMS ഉം AK ഗോപാലനും ഒക്കെ ഉഴുതു മറിച്ചിട്ട ഒരു മണ്ണായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ഓണവും ക്രിസ്തുമസും ഈസ്റ്ററും പരസ്പരം ഒന്നിച്ചിരുന്ന് ആചരിച്ച ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പുത്തൻ വീട്ടുകാരെ പോലെ തന്നെ റാഡിക്കലൈസ് ചെയ്യാത്ത ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളും വിഭിന്നമായി ജീവിച്ചിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഞാൻ അഡ്വക്കേറ്റ് സതീശന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിന് വളരെ ഭൂതപൂർവമായ ഒരു തുടക്കം കുറിച്ചത് 1980-കളിൽ മലപ്പുറം ജില്ലയിലെ ഒരു പിടി മതഭ്രാന്തന്മാർ, ഒരുവിധ പിടി സാമൂഹ്യ വിരുദ്ധർ 12ഓളം സിനിമാ തിയേറ്ററുകൾ ഞങ്ങൾക്ക് ഹിതമല്ല എന്ന് പറഞ്ഞ് കത്തിച്ചുകൊണ്ടായിരുന്നു. കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ ഭരണകൂടം അന്ന് ആക്ട് ചെയ്തിരുന്നെങ്കിൽ, ആ ഒരു പിടി സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേരളം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നു. മധ്യവേനൽ അവധിക്കാലത്ത് മത്സ്യം പിടിക്കാൻ പോയ കടലണ്ടിപ്പുഴയിൽ ചൂണ്ടയിട്ട കുട്ടികളുടെ ചൂണ്ടയ്ക്കകത്ത് കൊളുത്തിയത് ഒരു ആളില്ലാത്ത ചാക്കായിരുന്നു കടലണ്ടിപ്പുഴയിലെ കൂവങ്കല്ല് പാലത്തിനടിയിൽ. എന്റെ സതീഷിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് അത് നിറയെ പൈപ്പ് ബോംബുകളായിരുന്നു. സതീഷ് അന്നും സംസ്ഥാന ഗവൺമെന്റ് നിഷ്ക്രിയമായി. അവരെ അന്വേഷിച്ച് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിന് അവസാനിക്കുമായിരുന്നു. പിന്നീട് കോഴിക്കോടിന്റെ കുറ്റ്യാടിയിൽ മറ്റൊരു ആരാധനാലയത്തിൽ നിന്നും ഒരു ബോംബ് സ്ഫോടനത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെടുന്നു. അതിനന്വേഷിച്ച് അതൊരു പിടി സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിനുള്ളിൽ കൊണ്ട് അവിടെ അവസാനിക്കുമായിരുന്നു. അവസാനിച്ചില്ല. നാം അറിയുന്നത് അങ്ങ് ജമ്മു കാശ്മീരിൽ ഉപയോഗിച്ചിരുന്ന അതേ റിമോട്ട് സെൻസിങ് ബോംബ് ആദ്യമായി കേരളത്തിൽ പരീക്ഷിക്കപ്പെട്ടത് മലപ്പുറത്തെ ഗ്രീൻ വാലി എന്ന് പറഞ്ഞ ഒരു ആരാധനാലയത്തിലായിരുന്നു. അന്നും ഗവൺമെന്റ് നിഷ്ക്രിയമായി. ഇത്തരത്തിലൊക്കെ ആക്കിയത് അവസാനം എവിടെ എത്തി? ഒരു SFIക്കാരന്റെ കൊലപാതകത്തിൽ പോലും കേരളം നമ്മൾ സാക്ഷ്യപ്പെടുത്തി. തീർന്നില്ല. ഒരു അധ്യാപകന്റെ കൈവെട്ടൽ, ഒരു പേര് ചോദ്യ പേപ്പർ ഉപയോഗിച്ചതിൽ ഞാൻ അഡ്വക്കേറ്റിനെ ഓർമ്മിപ്പിക്കുന്നത് ഇതിന് ഭരണകൂടങ്ങൾക്ക് പങ്കില്ലേ സർ? കോടാനുകോടി രൂപ ചെലവ് ചെയ്തുകൊണ്ട് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും നീതിന്യായ സംവിധാനവും പ്രവർത്തിക്കുന്നിടത്ത് ഇത്തരം വഴിവിളച്ചു പോകുന്നവരെ വോട്ട് ബാങ്കിന് അപ്പുറത്തേക്ക് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ കൈവെട്ട് കേസും അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടിത്തൂക്കി കത്തിക്കാനും നിങ്ങൾക്കെതിരായി സംസാരിക്കുന്നവന്റെ കഴുത്ത് ചങ്കറുക്കാനും പിന്തുടരാനും ഒക്കെ എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയതിന്റെ അത്ഭുതമാണ് ഞാനിവിടെ പങ്കുവെച്ചത്. ഇത്രയധികം മതേതര സ്വഭാവം പുലർത്തിയിരുന്ന കേരളത്തിലെ മതവിഭാഗങ്ങൾക്കിടയിൽ എത്ര സമർത്ഥമാണ് ഭരണകൂടത്തിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ മുമ്പിൽ ഭീഷണിയില്, അതിന്റെ മുമ്പില് സമ്മർദ്ദത്തില് ഭരണകൂടങ്ങൾ നിഷ്ക്രിയമാകുന്നു. അതേ അവസ്ഥയല്ലേ സത്യത്തിൽ ഇപ്പൊ കൊടുവള്ളിയിൽ ഉണ്ടാകുന്നത്. ഈ കൊടുവള്ളിക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഞാൻ വസന്തനെ പറയുന്നത്, ഒരു ഗ്രാമപ്രദേശമാണ് സർ. അവിടെ 1000-നടുത്ത് സ്വർണ്ണക്കടകളുണ്ട്. ഞാൻ മറ്റു ചരിത്രത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല. ഏതാണ്ട് 3 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഞാൻ അഡ്വക്കേറ്റിന് മുമ്പിൽ മറ്റൊരു ശ്രദ്ധ കൂടെ പെടുത്തുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഭീകരവിരുദ്ധ ഓപ്പറേഷനിൽ സൈലന്റ് വാലി അടച്ചുപൂട്ടി ആ സമയത്ത് നടന്ന ഓപ്പറേഷനില് അതേ ഓപ്പറേഷൻ നടത്തി പ്രതികളെ പിടിച്ച പ്രദേശമാണ് ഈ കൊടുവള്ളി. ഞാൻ മോശമായി പറയല്ല.
ആ പ്രദേശത്ത് ഇത്രയധികം സ്വർണ്ണക്കടകളുള്ള സാമ്പത്തിക ഭദ്രതയുള്ള ഈ കേന്ദ്രത്തിൽ പ്രായണ സാമൂഹ്യ സമരസതയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിനടുത്തേക്ക് നുഴഞ്ഞുകയറ്റം സംഭവിക്കുമ്പോൾ, അവരുടെ പേരിൽ കേസ് ചാർജ് ചെയ്യുമ്പോൾ, അവർ ഹാജരാവാതിരിക്കുമ്പോൾ, ഞങ്ങൾക്ക് നിയമം ബാധകമല്ലെന്ന് പറയുമ്പോൾ, ഞങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് പരസ്യമായി പറയേണ്ടി വരുമ്പോൾ ഭരണകൂടത്തിനകത്ത് പങ്കില്ലേ? ഭരണകൂടത്തിൽ നിഷ്ക്രിയല്ലേ? ഈ സമാജത്തിനിടയിൽ റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നത് കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇവരെയൊക്കെ ഈ തരത്തിൽ കൊണ്ടുപോകുന്നതിൽ കുറ്റം പറയാൻ പാടില്ലേ? കേൾക്കാമോ സുരേഷേ? കേൾക്കാം. അത് തന്നെയാണ് അഡ്വക്കേറ്റ് സതീഷ് വസന്ത. അല്ലല്ല, മാസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചതന്നെ. മാസ്റ്റർ പറഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് കയറണ്ടെന്നുള്ള രീതിയിലാണ്. പക്ഷെ മാസ്റ്റർ ഒരു കാര്യം അല്ല, അന്ന് ഞാൻ നിങ്ങളെ കേൾക്കാം. മറ്റൊരാൾ ഞാൻ സംസാരിക്കില്ല, നിങ്ങൾ പറയുന്നത് ഞാൻ ക്ഷമയോടെ കേൾക്കും. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, നോക്കൂ, കേരളത്തിലെ റാഡിക്കലൈസേഷൻ വന്നപ്പോൾ ഈ ഗ്രീൻ വാലിയിൽ, ഈ കേരളത്തിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരു SFI പ്രവർത്തകന്റെ കഴുത്തറക്കുന്നതിലേക്ക് വരുത്തിയ നിരവധി ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും പെട്ട ആളുകൾക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ള പച്ച പരമാർത്ഥമാണല്ലോ. ഇന്നലെ ഗ്രീൻ വാലി അടച്ചുകൂട്ടാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? കടലുണ്ടി പുഴയിലെ പൈപ്പ് ബോംബ് അന്വേഷിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? സിനിമാ തിയേറ്റർ കത്തിച്ച പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? ഇതിനകത്ത് ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്ക് സ്വൈര്യവികാരം കഴിയാതെ പോയത്. ആര് ഭരിച്ചാൽ ഞാൻ നിങ്ങളെ മാറ്റം കുറ്റപ്പെടുത്തുന്നില്ല. കേരളം മാറി മാറി ഭരിച്ചവർ ഇവരോട് കാണിച്ച അനുനയങ്ങൾ അത് തെളിയിക്കാൻ മാറുമെന്നതിന്റെ തെളിവല്ലേ സർ ജമ്മു കാശ്മീർ? നാം വിശ്വസിച്ചു ജമ്മു കാശ്മീർ മാറ്റാൻ കഴിയില്ലെന്ന്. കശ്മീരിലെ ഭീകരവാദ പരമ്പരകളും അവിടുത്തെ സ്ഫോടനങ്ങളും അവസാനിക്കില്ലെന്ന്. പക്ഷേ നിശ്ചയദാർഢ്യവും നട്ടലിലും കൃത്യനിഷ്ഠയും ഒരു സർക്കാർ വന്നപ്പോൾ എന്തുണ്ടായി? അത് സാധാരണയിലേക്ക് തിരിച്ചു വന്നില്ലേ? വഴിതെറ്റിപ്പോയ കശ്മീരിലെ യുവാക്കള് ടൂറിസത്തിലേക്കും അവരുടെ അധ്വാനത്തിലേക്കും തിരിച്ചു വന്നു. കശ്മീർ ആപ്പിൾ ലോക വിപണിയിൽ കൊണ്ടുവരാൻ മലയാളിയായ യൂസഫലിക്ക് പോലും ഇവിടെ സാധിച്ചു. മലയാള സിനിമ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു. ഞാൻ വസന്തപ്പെടുത്തുന്നത് ഭരണകൂടത്തിന് സംസ്ഥാനത്തിന്റെ ഗതിവിധികളെ ചിന്തിക്കാനും കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ജനങ്ങൾ വഴിതെറ്റുന്നുവെങ്കിൽ അവരെ സാമൂഹ്യ മുഖ്യധാരയെ കൊണ്ടുവരുവാനും EM ശങ്കരൻ നമ്പൂതിരിപ്പാടും പണ്ഡിറ്റ് കേളപ്പനും കുറുപ്പും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുദേവന് സ്വപ്നം കണ്ട കേരളത്തിന്റെ മണ്ണിലേക്ക് കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഈ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭരണകൂടത്തിന്റെ പോലീസിന്റെ നീതിന്യായ സംവിധാനത്തിന് ഞങ്ങൾ ആൻസറബിൾ അല്ല എന്ന് വെല്ലുവിളിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും പോലീസ് സേനയും ഭരണകൂടവും നിഷ്ക്രിയമാകുന്നുവെങ്കിൽ എവിടെയോ പാളിച്ചകൾ നമുക്ക് ആ പാളിച്ച തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. താങ്കളിലേക്ക് എത്താം, നമുക്ക് സമയപരിമിതിയുണ്ട്. അഡ്വക്കേറ്റ് സതീഷ് വസന്ത, എങ്ങനെയാണ് ആ ചോദ്യത്തിന് ഉത്തരം താങ്കൾ നൽകുന്നത്? പ്രത്യേകിച്ച് താങ്കൾ തന്നെ ആദ്യം ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്പോഴാണല്ലോ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത്, ഇപ്പോഴാണല്ലോ പരാതികൾ ഉയരുന്നത്. പക്ഷേ ഒരു പരാതി ലഭിച്ചിട്ട് വേണോ നടപടിയെടുക്കാൻ? നമ്മുടെ സംവിധാനങ്ങളിലെ, നമ്മുടെ പോലീസ് സംവിധാനങ്ങളിലെ കൊടുവള്ളി പോലുള്ള ഒരു സ്ഥലത്ത്, നേരത്തെ ആ സ്ഥലത്തിൻ്റെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രശസ്തിക്കപ്പുറം കുപ്രസിദ്ധി നേടിയ ചില സ്ഥലങ്ങൾ പോലുമുണ്ട് അവിടെ നടക്കുന്ന ഒരു ചലനങ്ങൾ പോലും നമ്മുടെ പോലീസിനോ ഭരണ സംവിധാനങ്ങൾക്കോ അറിയില്ല എന്ന് പറയുന്നത് പിടിപ്പിക്കേണ്ടത് തന്നെയല്ലേ? അല്ല KP, ഞാൻ ഒരു കാര്യം പറയുന്നത്. ജയചന്ദ്രൻ മാസ്റ്റർ പറയുന്നു വെച്ചാൽ ഇവർ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഒരു സംവിധാനമാണ് കേരളത്തിൽ. കേളപ്പനായിരുന്നാലും നാരായണ ഗുരു ആയിരുന്നാലും അതുപോലെ ചട്ടമ്പി സ്വാമി ആയിരുന്നാലും ഈ മന്നവനായിരുന്നാലും ഇതൊക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആൾക്കാർ വഴിയാണ്. ഇല്ല, കാരണം അത് EMS വന്നിട്ടുണ്ട്, AKG വഴി വന്നിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന 100% കറക്റ്റാണ്. ഈ സർക്കാർ വന്നിട്ട് ഞാൻ ഒരു കാര്യം ജയചന്ദ്ര മാസ്റ്റർ പറയുന്നത്, നിങ്ങളെ സുരേഷ് ഗോപി അദ്ദേഹം അഭിനയിച്ച ഒരു സിനിമയുടെ ടൈറ്റിൽ മാറ്റണമെന്ന് പറഞ്ഞാൽ ശരിയാണോ? നിങ്ങൾ പറയും. ഞാൻ ഇത് സംസാരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഈ വിഷയത്തിലേക്കേ കിടക്കണ്ട. നിങ്ങൾ ആരെയാണ് ഭയപ്പെടുത്തുന്നത്? ഈ ഇടതുപക്ഷ സർക്കാരിനെയാണ്. ഇടതുപക്ഷ സർക്കാർ അത് മുസ്ലിം ആയിരുന്നാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ആയിരുന്നാലും അതുപോലെ തന്നെ ഹിന്ദു ആയിരുന്നാലും എതിർക്കേണ്ടവർക്ക് എതിർത്ത് തന്നെ നിൽക്കും സാർ, ഒരു സംശയമില്ല. നമുക്ക് വോട്ട് ബാങ്ക് ഒരു പ്രശ്നമല്ല. പക്ഷെ എന്നിട്ടും ഇത്രയും കാലങ്ങളായി എന്തുകൊണ്ട് ഇടപെടൽ നടത്തിയില്ല? കന്യാസ്ത്രീകൾ ഇത് പറ്റൂ. അവിടെ ആരാണ് ആദ്യം പോയത്? ജോസ് കെ മാണി അവിടെ നിന്ന് കുറ്റിയടിച്ച് ആണ് വന്നിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാർത്താ സമ്മേളനത്തിൽ ഒരു പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും ഈ വിഷയത്തിലേക്ക് വരണ എന്നുള്ള രീതിയിൽ മാറിപ്പോവും. കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരും പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്കും നല്ല നട്ടലോടുകൂടിയാണ്. അത് എവിടെയും പറയാനുള്ള അധികാരമുണ്ട്. അപ്പം ഇപ്പം പറയുന്നത് എന്താണ്? ഭരണകൂടത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം. അങ്ങനെയാണോ സാർ? ഒന്ന് ആലോചിക്കുകയെന്ന് വെച്ചാൽ ഇന്ത്യക്കകത്ത് 2024 ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നിട്ടുള്ളത് കേരളത്തിലാണ് സാർ. എന്താണ്? ഇവിടെ വളരെ സുരക്ഷിതമായതുകൊണ്ടാണ്. സാർ ഒന്ന് മനസ്സിലാക്കണം. അത് ഞാൻ പറയുന്നതല്ല,
നിങ്ങളുടെ ഇത് റിപ്പോർട്ടാണ്, കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ടാണ്. ഇന്ത്യക്കകത്ത് വിദേശത്ത് നിന്ന് വന്നിട്ടുള്ള ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കേരളമാണ്. അപ്പം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ കേരളത്തിൽ നിന്നാണ് IS എന്നുള്ള സംഘടനയിലേക്ക്, അതിതീവ്രമായ മതസംഘടനകളിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ, യുവാക്കൾ റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതും വടക്കൻ കേരളത്തിൽ നിന്ന്. ഞാൻ പറയട്ടെ, മുസ്ലിം സംഘടനകൾ ആരെങ്കിലും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അവർ, ഞാൻ പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ അത് ഈ സമൂഹത്തിന് മൊത്തം അടച്ച് ആക്ഷേപിക്കല്ലേ ബഹുമാനപ്പെട്ട KP. ഞാൻ പറയുന്നത് ഇത് കേരളമാണ്. കേരളത്തിൽ മതസൗഹാർദ്ദം വെച്ച് പുലരുന്ന നാടാണ്. ഏതാനും മതതീവ്രവാദ അങ്ങ് ഉണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ആ മുസ്ലിം സതീഷ് വസന്ത്, ഇവിടെ ഒരു മതത്തെ കുറ്റപ്പെടുത്തുകയല്ല, ഒരു മതസംഘടനയെ കുറ്റപ്പെടുത്തുകയല്ല. നന്മ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ സംഘടനകളുണ്ട്, മതസംഘടനകളുണ്ട്. പക്ഷേ ഇവിടെ ഈ സംഘടന നടത്തുന്ന ക്രൂരത, ഈ സംഘടന മതത്തിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ, അതാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂടം ചോദ്യം ചെയ്യും. അതിന് ഇടപെടേണ്ട ഭരണകൂടമാണ്. അത് ഇടപെട്ട് അവിടെ അവർക്കൊരു വേദന ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അത് സംരക്ഷിക്കും ഈ സർക്കാർ. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഈ ഒരു സർക്കാരിൽ നിന്നും അങ്ങനെ പ്രതീക്ഷിക്കാമോ? സർക്കാർ കറക്റ്റ് കമ്മ്യൂണിസം പറഞ്ഞ സർക്കാരാണെങ്കിൽ അത് ചെയ്യണം. അതാണ് നമ്മളെയൊക്കെ ആഗ്രഹം. പക്ഷെ പലതിലും നമ്മൾ അത് കണ്ടില്ല. അതാണ് നമ്മളെയൊക്കെ ഒരു ആശങ്ക. ഈ ഡെമോക്രസിയുള്ള ഒരു രാജ്യത്ത് എല്ലാവർക്കും തുല്യ അവകാശവും എല്ലാം നടന്നുകൊണ്ട് പോകും. പക്ഷെ കേരളത്തിൽ എത്തുമ്പോൾ മാത്രം ഇതുപോലുള്ള സംഘടനകളെ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഇത് മറ്റുള്ള ജാതിക്കാർക്കല്ല പ്രയാസം, ആ മുസ്ലിങ്ങൾക്ക് തന്നെയാണ് പ്രയാസം. അത് ഒരു ചട്ടക്കൂട് കൊണ്ടുവരിക എന്നുള്ളത് ആർക്കും ജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത ചട്ടക്കൂടുകൾ കൊണ്ടുവന്ന് വരുമ്പോ മറ്റു മതസ്ഥരെക്കാളും ബുദ്ധിമുട്ടുന്നത് ഈ ഇസ്ലാമിന്റെ അകത്തുള്ളവർ തന്നെയാണ്. ആ ഇസ്ലാമിന്റെ അകത്തുള്ളവരെന്തെങ്കിലും പറയുമ്പോൾ പോലും സർക്കാർ ചിലപ്പോൾ കേൾക്കാൻ തയ്യാറല്ല. മതേതരത്വം പറഞ്ഞിട്ട് അവരെ പറയാൻ പാടില്ല. ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ പറയണ, നല്ല ആചാരങ്ങൾ അനുഷ്ഠിച്ചു പോകാനേ ഏത് മതവും പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ കേരളത്തിൽ നിന്ന് ഏറ്റവും സുന്ദരമായ ഇവര് അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഏറ്റവും നല്ല ടൂറിസവും, ഏറ്റവും ഗോഡ്സ് ഓൺ കൺട്രി, ഏറ്റവും നല്ല വായു, ഏറ്റവും നല്ല പ്രകൃതി ഒക്കെ ഉള്ള ഒരു രാജ്യത്തിനെ, ഒരു നാടിനെ നമ്മള് വർഗീയതയുടെ, കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വർഗീയതയും റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഒക്കെ വരിക ഏറ്റവും നല്ല മണ്ണിലാണ്. അവർക്ക് തണുപ്പ്, കാരണം അതിനൊക്കെ ഒരു പ്രകൃതിയുടെ ഈ ഒരു സൗന്ദര്യവും സൗകര്യങ്ങളും കൂടി ഇതുപോലുള്ള ആൾക്കാർ തെരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും സന്ധ്യയാവും, ഒരു തണുപ്പുള്ള, അല്ലെങ്കിൽ മഴക്കാലമുള്ളപ്പോൾ അധികം ആൾക്കാർ പുറത്തിറങ്ങാടുത്ത് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ്. ഈ ഇതുപോലെയുള്ള ആൾക്കാർ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളാണ് ഇതുപോലെയുള്ള ഭീകരവാദികൾ വരുന്നത്. കാരണം ഇപ്പോ പഹൽഗാം സൂത്രധാരൻ എന്ത് പഠിക്കാനാ വന്നത്? ലാബ് ടെക്നീഷ്യൻ പഠിക്കാൻ കേരളത്തിലാ വന്നത്. ആര് കൊടുത്തു? എന്ത് ലാബ് ടെക്നീഷ്യനാ നമുക്ക് അവിടെ വലിയ പഠിക്കാനുള്ള? അമേരിക്കയിൽ തന്നെ പോകണം, അവിടെ ഉള്ളവരൊക്കെ വേറെ സ്ഥലത്ത് പോയി പഠിക്കും. തഹാവൂർ റാണ വന്ന് താമസിച്ചു, ഇന്നും അതെന്താന്ന് നമുക്കറിയില്ല. അപ്പൊ ഇവർക്കൊക്കെ വരാനുള്ള ഒരു വഴി നമ്മൾ എങ്ങനെ വെച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ സർക്കാരിനോട് ചോദിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നതല്ലാതെ. കാരണം അങ്ങനെയുള്ളപ്പോ എന്താണ് ഇവരുടെ ഈ ഇൻവെസ്റ്റിഗേഷനും ഈ ടീമും ഒബ്സർവേഷൻ ടീമും വളരെ ശക്തമായിരിക്കണ്ടേ. ഇപ്പൊ അടുത്ത കാലത്താണല്ലോ നമ്മൾ അത് കണ്ടത്. എല്ലാം വരണേ ഇവിടുന്ന് ബോംബ് പൊട്ടിക്കാണ് എലത്തൂരെത്തി ഒരുത്തൻ. ഓനെ ഏതോ സാക്കിർ നായക്കിന്റെ വീഡിയോ കേട്ടിട്ട് ഡൽഹിയിൽ നിന്ന് ട്രെയിനും കയറി അവിടെ എത്തി. അപ്പൊ ഇവർക്കൊക്കെ വരാനുള്ള ഒരു ആഗ്രഹം എല്ലാം കേരളം സുന്ദരമായി നടക്കുന്ന ഒരു രാജ്യത്തിനെ നശിപ്പിക്കുക, അവിടെയുള്ള മനുഷ്യരെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുക. ഇതൊക്കെ തന്നെയാണ് കാലാകാലങ്ങളിലും ഈ റാഡിക്കലിസ്റ്റ് ആരാണെങ്കിലും അവർ ചെയ്തിട്ടുള്ളതെന്നുള്ളത് നമ്മൾ ലോകത്തിന്റെ അത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് മതത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ക്രൂരത നടക്കുമ്പോൾ, ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യവും പ്രസക്തമാകുന്നതിന് വളരെയധികം നന്ദി. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ശ്രീമതി നുസ്രത്ത് ജഹാൻ. ഈ ഒരു ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ.